ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശ്വരേറ്റ സ്നേഹിക്കപ്പെട്ട സഹോദരരെ, ഉയർപ്പ് തിരുനാൾ കഴിഞ്ഞുള്ള 8-ാം ദിവസം ഞായറാഴ്ച പൊതു ഞായറാണല്ലോ. തോമാശ്ലീഹയുടെ വിശ്വാസ പ്രഖ്യാപനം നമ്മൾ ആഘോഷമായി കൊണ്ടാടുന്ന ദിവസം. അവിശ്വാസിയായിരുന്ന തോമായെ തൻ്റെ പക്കലേക്ക് വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൈ എടുത്ത് തൻ്റെ തിരുവിലാവിന് മുറിവിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് നീ അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക എന്ന് പറഞ്ഞ് ഈശോ സ്നേഹത്തോടെ ക്ഷണിച്ചപ്പോൾ യഥാർത്ഥത്തിൽ ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ വെച്ച് തുറക്കപ്പെട്ട തന്റെ തിരുവിലാവിലേക്ക്, കരുണ കടലിലേക്ക് ആദ്യമായിട്ട് ഒരു വ്യക്തിയെ, അത് തന്റെ അപ്പസ്തോലന്മാരിൽ ഏറ്റവും പ്രിയപ്പെട്ട തോമാശ്ലീഹായെ തന്നെ പ്രവേശിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൽ കടന്നു കയറിയിരുന്ന അവിശ്വാസത്തിന്റെ കറയെ മുഴുവൻ ദൂരീകരിച്ച് വലിയ വിശ്വാസിയാക്കി രക്തസാക്ഷിയാകുവാനായിട്ട് പര്യാപ്തമാവിധം സ്നേഹം കൊണ്ട് നിറഞ്ഞ വിശുദ്ധ അപ്പസ്തോലനാക്കി മാറ്റുകയായിരുന്നു ചെയ്തത്. അതുകൊണ്ടാണ് പുതിയ ഞായറാഴ്ച കരുണയുടെ തിരുനാളായിട്ട് ആഘോഷിക്കുവാൻ പോളണ്ടിലെ വിശുദ്ധ ഫൗസ്റ്റീന വഴി പിന്നീട് ഈശോ ഈ നാടുകളിൽ നമ്മൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആ തിരുനാൾ ഒരുക്കമായുള്ള 9 ദിവസങ്ങൾ, ദുഃഖവെള്ളിയാഴ്ച ഹൃദയം തുറക്കപ്പെട്ടത് മുതൽ പുതിയ ഞായറാഴ്ച തോമാശ്ലീഹായെ കരുണക്കടലിലേക്ക് മുക്കിയെടുക്കുന്ന വരെയുള്ള 9 ദിവസങ്ങൾ കരുണയുടെ നവനാളായിട്ട് ആചരിക്കാനായിട്ട് നല്ല ദൈവം നമുക്ക് അവസരം തന്നിരിക്കുന്നു. അവിടെ നമ്മൾ ഇന്ന് ദുഃഖവെള്ളിയാഴ്ച കരുണയുടെ നവനാളിന്റെ 1-ാം ദിവസം പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ആരംഭിക്കുകയാണ്. 9 ദിവസമൊക്കെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. പ്രാർത്ഥനയുടെ അവസാനത്തില് വിശുദ്ധ ഫൗസ്റ്റീനയുടെ തിരുശേഷിപ്പ് കൊണ്ടുള്ള ആശീർവാദം നമുക്ക് സ്വീകരിക്കാനായിട്ട് അവസരം ഉണ്ടായിരിക്കുന്നതാണ്. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നല്ല ഈശോയെ, സർവ്വലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത്. ജീവന്റെ സംഭരണിയും അളവില്ലാത്ത കാരുണ്യത്തിന്റെ ഉറവിടവുമായ ഈശോയെ, സർവ്വലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങിൽ ശരണപ്പെടുന്നു. 1-ാം ദിവസം ഇന്ന് മനുഷ്യമക്കളെ മുഴുവനും, പ്രത്യേകിച്ച് എല്ലാ പാപികളെയും എൻ്റെ അടുക്കൽ കൊണ്ടുവരിക, അവരെ എൻ്റെ കരുണക്കടലിൽ മുക്കിയെടുക്കുക. അങ്ങനെ ആത്മാക്കളുടെ നഷ്ടം മൂലം ഞാൻ അനുഭവിക്കുന്ന വേദനാജനകമായ ദുഃഖത്തിൽ എന്നെ ആശ്വസിപ്പിക്കുക. ഏറ്റവും കരുണയുള്ള ഈശോയെ, ഞങ്ങളോട് അനുകമ്പ തോന്നാതിരിക്കാൻ അങ്ങേക്ക് സാധ്യമല്ലല്ലോ. ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളുടെ പാപങ്ങളെ അങ്ങ് നോക്കരുതേ. അങ്ങയുടെ അളവില്ലാത്ത നന്മയിൽ ആശ്രയിച്ച് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അങ്ങയുടെ കരുണാർദ്ര ഹൃദയത്തിൽ ഞങ്ങളെ സ്വീകരിക്കണമേ. അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ ഞങ്ങളെ അനുവദിക്കരുതേ. പിതാവിനോടും പരിശുദ്ധാത്മാവിനോടും അങ്ങയെ ഒന്നിപ്പിക്കുന്ന സ്നേഹത്തെ പ്രതി ഞങ്ങളുടെ യാചന കേൾക്കണമേ. നിത്യപിതാവേ, ഏറ്റവും അനുകമ്പയുള്ള ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കുന്നതിന് പാപികളിലും മനുഷ്യകുലം മുഴുവനിലും അങ്ങയുടെ കരുണാകടാക്ഷം പതിക്കണമേ. കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവത്തെക്കുറിച്ച് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തിൻ്റെ സർവശക്തിയെ എപ്പോഴും എന്നേക്കും ഏവരും പുകഴ്ത്തട്ടെ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർണ്ണനീയമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും വിശുദ്ധ ഫൗസ്റ്റീനയുടെ ശക്തമായ മാധ്യസ്ഥം വഴി ദൈവ കരുണയാൽ നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.